പ്രിയമുള്ളവരെ നമസ്കാരം. ഇപ്പം ബോച്ചയാണ് സോഷ്യൽ മീഡിയയിലെ താരം. എല്ലാ ദൃശ്യ പത്ര മാധ്യമങ്ങളും ബോച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ബോച്ച മലയാളത്തിലെ ഒരു പ്രമുഖ നടിക്കെതിരായി നടത്തിയ ദ്വയാർത്ഥ പ്രയോഗമാണ് ഈ ബോച്ചയെ ഇപ്പോൾ കുടുക്കിയിരിക്കുന്നത്. എന്തായാലും കോടതി അദ്ദേഹത്തെ 14 ദിവസം റിമാൻഡ് ചെയ്ത് ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ ബോച്ചയ്ക്ക് ജാമ്യവും ലഭിച്ചു. ബോച്ച നടത്തിയ പരാമർശം, അതാണ് ഈ വിഷയത്തിന് അടിസ്ഥാനമായ ഘടകം. എന്താണ് ബോച്ചയുമായി ബന്ധപ്പെട്ട വിഷയം? ഒരു ആൾ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നും ഏത് രീതിയിൽ നടക്കണമെന്നൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. തികച്ചും അവരുടെ വ്യക്തിപരമായ കാര്യം തന്നെയാണ്. പക്ഷേ ആ വിഷയത്തിൽ മറ്റൊരാൾ അഭിപ്രായം പറയുന്നത് തെറ്റായി ഞാൻ കാണുന്നില്ല. പക്ഷേ ആ നടിക്കെതിരായി ബോച്ച അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ നടത്തിയ പരാമർശം തികച്ചും മോശകരമായിരുന്നു. അത് ഒരു പൊതുസമൂഹത്തിൽ പറയേണ്ട കാര്യമല്ലായിരുന്നു എന്ന അഭിപ്രായം തന്നെയാണ് വാർത്ത 24-നുമുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മൾ വലിയ ചർച്ചകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ ഉയർന്നു വരികയാണ്. ബോച്ചയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അല്ലെങ്കിൽ പത്ര ദൃശ്യ മാധ്യമങ്ങളിലെ സോഷ്യൽ മീഡിയ ഹാൻഡിലുമൊക്കെ വലിയ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഞാൻ ആ കമൻറ്റുകൾ മലയാളത്തിലെ അല്ലെങ്കിൽ പ്രമുഖമായ ഓൺലൈൻ ചാനലുകളും അതുപോലെ ദൃശ്യ മാധ്യമങ്ങളിലുമൊക്കെ പലരുടെയും കമൻറ്റുകൾ അല്ലെങ്കിൽ ആ വാർത്തയുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ പരിശോധിച്ചപ്പോൾ 90% കമൻറ്റുകളും ബോച്ചയ്ക്ക് അനുകൂലമായി തന്നെയാണ് പോകുന്നത്. അത് എന്നെ ഞെട്ടലോടുകൂടിയാണ് ആ കമൻറ്റുകൾ ഞാൻ പലപ്പോഴും വായിച്ചപ്പോൾ എനിക്ക് ഒരു ഞെട്ടലുണ്ടായി. എന്തുകൊണ്ട് ബോച്ച ഇത്തരത്തിലുള്ള ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടും അദ്ദേഹത്തിന് ഇത്രയും അധികം സമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കുന്നു എന്നത് എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ബോച്ച നടത്തിയ പരാമർശം ഒരു രീതിയിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യം തന്നെയല്ല. കാരണം നമ്മൾ മലയാളികളായ നമ്മൾ പരിഷ്കൃത സമൂഹമാണ്. പക്ഷേ മലയാളികൾക്ക് ഇത്രയും ഈ വിധ കാര്യങ്ങളിൽ ബോച്ചയെ അനുകൂലമായ ഒരു ടോക്ക് അല്ലെങ്കിൽ ബോച്ചയ്ക്ക് അനുകൂലമായ കമൻറ്റുകൾ ഈ ഹാൻഡിലുകളിൽ വന്നത് ഞാൻ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ മലയാളികളുടെ മനസ്സിനുണ്ടാകുന്ന വൈകൃതം തന്നെയാണ് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത്തരം പരാമർശം നടത്തുമ്പോൾ കൈകൊട്ടിയും ആർപ്പ് വിളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമീപനം ഉണ്ടായിരിക്കുന്നത് യാതൊരു തർക്കവുമില്ല. അതിനേറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലൊക്കെ റിലീസായി വലിയ ലാഭങ്ങൾ കൊയ്ത് 100 കോടി ക്ലബിലേക്ക് കടന്ന ഉണ്ണിയും കൊന്നിൻ്റെ മാർക്കോ എന്ന സിനിമ. സിനിമയെ സംബന്ധിച്ചോളം ഒരു ആ സിനിമ എന്ന രീതി കണ്ടാൽ മതി. അത് സിനിമ എന്നൊരു ദൃശ്യ ആവിഷ്കാരമാണ്. ഏത് രീതിയിലും സിനിമയെ അവതരിപ്പിക്കാനുള്ള അവകാശം ഈ നാട്ടിലെ എല്ലാവർക്കുമുണ്ട്. പക്ഷേ സിനിമ ഒരു ദൃശ്യ മാധ്യമമായതുകൊണ്ട് അത് സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണെന്നുള്ള യാതൊരു തർക്കവുമില്ല. അതെന്നെ കേൾക്കുന്ന ആളുകൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നുമില്ല. കാരണം ആ സിനിമയിലൂടെ അല്ലെങ്കിൽ മലയാളത്തിലെ ആളുകളിലേക്ക് അല്ലെങ്കിൽ മലയാളികളിലേക്ക് എന്ത് മെസ്സേജാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെയധികം കളക്ഷനുകൾ ആ സിനിമ കൊയ്തു. വളരെ ആർപ്പുവിളിയിലൂടെ ആളുകൾ സ്വീകരിച്ചു. ഉണ്ണി മുകുന്ദനെ ഒരു ധീര പരിവേഷം നൽകിക്കൊണ്ട് ഒരു പോസ്റ്ററുകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അംഗീകാരങ്ങളും കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് മലയാളിയുടെ മനസ്സിലുണ്ടാകുന്ന മനോവൈകൃതം തന്നെയാണ്. ആ സിനിമയിൽ കാണിക്കുന്ന സീനുകൾ ഒരു രീതിയിൽ നമ്മൾക്ക് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ തിയേറ്ററിൽ പോയി അതിനെ ആസ്വദിക്കുവാനും കൈയടിക്കുവാനും ഒരു വലിയ സമൂഹം ഇവിടെയുണ്ട് എന്നുള്ള യാതൊർക്കവുമില്ല. ഞാൻ പറയും, മലയാളിയുടെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പുതിയ തലമുറ എന്താണെന്നതിൽ ഇത്തരം കാര്യങ്ങളെ സ്വീകരിക്കാൻ അവർ വെമ്പൽ കൊള്ളുകയാണ്. ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാൻ അവർ വളരെയധികം മുന്നോട്ട് വരികയാണ്. അതുതന്നെയാണ് ഒരു സ്ത്രീക്കെതിരായി വളരെ മോശകരമായ ഒരു പരാമർശം ഒരാൾ നടത്തിയപ്പോൾ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ഒരു സമീപനം കേരളത്തിൽ ഉണ്ടായി എന്നൊരു യാതൊരു ഉറപ്പുമില്ല. രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ നിൽക്കട്ടെ. നമ്മൾ പറയുന്നല്ലോ, ഇപ്പോൾ ബോച്ചെ അത്തരത്തിലുള്ള ഒരു പരാമർശം ഒരാൾക്കെതിരെ നടത്തിയപ്പോൾ അതിനെ കൈയടിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും ഇവിടെ ആളുകളുണ്ട്. ആ ഒരു മാർക്കറ്റാണ് ബോച്ച ഉപയോഗപ്പെടുത്തിയെന്ന് പാവം പിടിച്ച മലയാളികളെങ്കിൽ സംസ്കാരത്തിലും ബുദ്ധിപരമായും അതോടൊപ്പം തന്നെ പ്രബുദ്ധമായ മലയാളികൾ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പം മാർക്കോ എന്ന ഒരു സിനിമ ഈ സമൂഹത്തിന് യാതൊരു മെസ്സേജ് നൽകുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു ദൃശ്യാവിഷ്കാരം എന്ന് ഞാൻ പറയും. ചിലപ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായം മറ്റാളുകൾക്ക് ഇല്ലെങ്കിൽ പോലും എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത്തരം മോശകരമായ പ്രവണതകളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുവാനും ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും മലയാളികൾ വളരെയധികം മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ കുറേ കാലങ്ങളായി കണ്ടുവരുന്നതിൻ്റെ ഒരു സംഭവം തന്നെയാണ് ഈ പ്രമുഖ നടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തിന് ഇത്രയും സ്വീകാര്യം ലഭിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഒരാളുടെ വസ്ത്രത്തെയോ അയാൾ ധരിക്കുന്ന രീതിയെയോ അല്ലെങ്കിൽ അയാൾ പൊതുസമൂഹത്തിലൊക്കെ നടക്കണമെന്ന് അയാൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. പക്ഷേ അതിനെ വിമർശിക്കാം എന്നതിൽ യാതൊരു തർക്കവുമില്ല. ആ വിമർശനം
വ്യക്തിപരമാകാൻ പാടില്ല, ഒരു വ്യക്തിയെ അപമാനിച്ചുകൊണ്ട് നടത്താൻ ഒരിക്കലും പാടില്ല എന്ന സമീപനം തന്നെയാണ്. ഇപ്പോൾ ആ നടിക്ക് മലയാളത്തിൽ വലിയ അല്ലെങ്കിൽ ഇതിനേക്കാട്ടിൽ സ്വീകാര്യതയുള്ള, ഇതിനേക്കാട്ടിൽ ഗ്ലാമറുള്ള, ഇതിനേക്കാട്ടിൽ മനോഹരമായ രീതിയിൽ സംസാരിക്കുന്ന നിരവധി നടിമാരുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം നടിമാരെ, ഒന്ന് രണ്ട് നടിമാരെ ഇത്തരം ഉദ്ഘാടനങ്ങൾക്ക് മാത്രമായി ഇത്തരം മുതലാളിമാർ അല്ലെങ്കിൽ വ്യവസായികൾ വിളിക്കുന്നത്? കാരണം അവരെ കാണുവാൻ, അവരെ ഒന്ന് അടുത്ത് നിൽക്കുവാൻ, അവർക്കിപ്പോൾ സെൽഫി എടുക്കുവാൻ, അവർക്കെതിരായി മോശം പരാമർശം നടത്തുവാൻ കടന്നു വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ആ ഉദ്ഘാടനത്തിന് നിരവധി ആളുകൾ കടന്നു വരും. ഞാനും ഈ ഹണി റോസുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനങ്ങളിൽ പോയ ഒരു വ്യക്തി തന്നെയാണ്. ആ ഉദ്ഘാടനത്തിൻ്റെ ഗാലറിയിൽ നിന്നും അടുത്തു നിന്നുമൊക്കെ ആളുകൾ, ചെറുപ്പക്കാർ വളരെ ആവേശത്തോടെ അവരെ ഇങ്ങനെ വാനോളം പുകഴ്ത്തുകയും മോശപ്പെട്ട കമൻറ്റുകൾ ആ വേദിയിൽ തന്നെ പലരും പറഞ്ഞ കാര്യങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആ നടി കേട്ട് കാണില്ല, ഗ്യാലറിയിൽ നിന്നുകൊണ്ട് ആളുകൾ വളരെ മോശമായ കമൻറ്റുകൾ പറയുന്നുണ്ട്. പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തിനോ മറ്റ് പരിപാടികൾക്കോ ആ സ്ഥാപനത്തിൻ്റെ പ്രൊമോഷന് വേണ്ടി കൊണ്ടുവരുന്നത്. പക്ഷേ ആ വരുന്ന ആളുകൾ ആരും ആ സ്ഥാപനത്തിൽ പിന്നീട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതേ ഇല്ല. കാരണം ആ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു ക്രൗഡ് സൃഷ്ടിക്കാനും ഒരു ബ്ലോക്ക് സൃഷ്ടിക്കാനും മാത്രമേ ഇത്തരം കാര്യങ്ങൾ ഉപകാരപ്പെടൂ എന്നുള്ള യാതൊരുക്കുമില്ല. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മലയാളികളായ ബിസിനസ്സുകാരോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ വളരെ സിമ്പിളായി ഉദ്ഘാടനം നടത്തുകയും നിങ്ങളെ പ്രൊഡക്റ്റുകൾ മെച്ചപ്പെട്ട രീതിയിൽ വിൽക്കാൻ ആവശ്യമായ മറ്റു കാര്യങ്ങൾ ചെയ്താൽ ഇത്തരം അനാവശ്യമായ ബ്ലോക്കുകളോ ഇത്തരത്തിലുള്ള നടിമാരെ കൊണ്ടുവന്നുണ്ടാകുന്ന വിവാദങ്ങൾ ഒഴിവാക്കി പോകുന്നുള്ളത് യാതൊരു തർക്കവുമില്ല. അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം. എന്തായാലും മലയാള സമൂഹം വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വൈകൃതം തന്നെയാണ് നമ്മളെ മലയാളികളെ ചൂഷണം ചെയ്യാൻ ഇത്തരത്തിലുള്ള മുതലാളിമാരും ഇത്തരത്തിലുള്ള നടിമാരും മുന്നോട്ട് വരുന്നത്. അവരുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ വിവാദങ്ങൾ പലരും പറയുന്നുണ്ട്. അവർ വസ്ത്രം എങ്ങനെ ധരിക്കോട്ടെ, ഏത് രീതിയിൽ പൊക്കോട്ടെ, അതൊക്കെ അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം. പക്ഷേ അവർ ഒരു പൊതുസമൂഹത്തിൽ ഒരു പൊതുപരിപാടിയിലുമായി പങ്കെടുക്കുമ്പോൾ അവർ വസ്ത്രധാരണത്തിലുമൊക്കെ കുറച്ച് മാന്യത പുലർത്തണമെന്ന അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പോകാൻ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശമൊക്കെയുണ്ട്. പക്ഷേ പൊതുസമൂഹത്തിൽ ഇത്തരം ഫംഗ്ഷനുകളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അതിന് യോജിച്ച തരത്തിലുള്ള വസ്ത്രധാരണങ്ങൾ ധരിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന് കോടതിയിൽ നിന്നും വളരെ രൂക്ഷമായ രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ നമ്മുടെ സർക്കാരിനെ പറ്റി ഒരു വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഈ ബോബി ചെമ്മണ്ണൂരിനെക്കാട്ടിൽ മോശകരമായ രീതിയിൽ കുറ്റകൃത്യം നടത്തിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പല നടിമാരും ഈ കേരളത്തിലെ പ്രമുഖ നടന്മാരായ സിദ്ദീഖിനും മുകേഷിനുമൊക്കെ എതിരെ ഇതിനെക്കാട്ടിൽ ഗുരുതരം ആരോപണം ഉന്നയിച്ചിട്ട് പോലും അത്തരത്തിലുള്ളൊരു അറസ്റ്റ് ചെയ്യുവാനും പോലീസ് ഒരു നടപടി സ്വീകരിക്കുവാനും തയ്യാറായില്ല. സിദ്ദീഖിനൊക്കെ സുപ്രീം കോടതി ജാമ്യം കിട്ടുന്നവരെ പോലീസ് കാത്തിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്ത് പെട്ടെന്ന് അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്താൽ തീർച്ചയായും അദ്ദേഹം കൊച്ചിയിൽ വന്ന് പോലീസ് കമ്മീഷണർ മുന്നിൽ ഹാജരാവേനെ. പക്ഷേ അദ്ദേഹത്തെ വയനാട്ടിൽ പോയി നാടകീയമായൊക്കെ അറസ്റ്റ് ചെയ്തത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ പോലീസ് ഇത്തരം കാര്യങ്ങൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നു എന്ന് തന്നെ യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് വിവാദങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയോ ഒക്കെയാണ് ഇത്തരം അറസ്റ്റുകൾ നടത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ആത്മാർത്ഥത ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ഒരു സാഹചര്യമില്ല. കാരണം കസ്റ്റഡി അപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ മറ്റ് കാര്യങ്ങളിലോ പോലീസ് കൃത്യമായ രീതിയിൽ ഹൈക്കോടതി പറഞ്ഞില്ല എന്ന് തന്നെ ഞാൻ പറയാം. കസ്റ്റഡി അപേക്ഷയ്ക്ക് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അപേക്ഷ നൽകുന്നില്ല, വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പൊതുസമൂഹത്തിൽ നടത്താതെ ബിസിനസ്സിന് വേണ്ടി മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കണമെന്ന് മാത്രമാണ് വാർത്ത 24 പറയാനുള്ളത്. എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ പൊതുസമൂഹം കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. മലയാളികളുടെ മനോവൈകൃതമാണ് അല്ലെങ്കിൽ മലയാളിയുടെ മനോനിലയിലുണ്ടായ മാറ്റമാണ് ഇത്തരം വൈകൃതങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് നെഗറ്റീവായ സമീപനങ്ങൾക്ക് ചുക്കാൻ പിടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് യാതൊരു തർക്കവുമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ പരാമർശവും മാർക്കോ എന്ന സിനിമയുടെ വിജയം എന്നുള്ള യാതൊരു തർക്കം തന്നെ ഇല്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നു. അപ്പോൾ സമൂഹത്തെ എല്ലാവരെയും ബഹുമാനിക്കുകയും എല്ലാവരെയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ മലയാളികൾ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.